സംഘടനകൾ പലതും ആവട്ടെ, നല്ലതാണ്. സംഘടനകൾ ഒത്തിരി ഉണ്ടാകുന്നത് നല്ലതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ ചൂരൽമലയിലും അതുപോലെ തന്നെ മേപ്പാടിയിലും അതുപോലെ മുമ്പ് കവളപ്പാറയിലും ഒക്കെ ദുരിതമുണ്ടായി. ആ പ്രളയം ഉണ്ടായപ്പോൾ കേരളത്തിന്റെ തെക്കേ ജില്ലയായ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് എത്രയോ ടൺ കണക്കിന് ഭക്ഷണ സാധനങ്ങൾ, എത്രയോ ചാക്കരി, എത്രമാത്രം ഡ്രസ്സ്, ഇതെല്ലാം നമ്മൾ കൊടുത്തുവിട്ടു. എങ്ങനെയാ കൊടുത്തുവിട്ടത്? കണിയാപുരത്ത് ഒരു ഷോപ്പിൽ വന്നിട്ട് SYSന്റെ പ്രവർത്തകർ ചോദിക്കുന്നു, ഞങ്ങൾ ആ ദുരിത മേഖലയിലേക്ക് പോവാണ്, നിങ്ങൾ തരണം. അങ്ങനെ ആ കടയിൽ നിന്ന് ആവശ്യമുള്ള സാധനം കൊടുത്തു. അവര് നേരെ വാഹനം നേരെ ആ ദുരിത മേഖലകളിലേക്ക് വിട്ടു. പിറ്റെന്നും SYSന്റെ പ്രവർത്തകര് ചെന്നാൽ അവര് ചോദിക്കും, നിങ്ങളല്ലേ ഇന്നലെ വന്നത്, നിങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ തന്നില്ലേ, പിന്നെ ഇന്നും എന്തിനാ വരുന്നത് എന്ന് ചോദിക്കൂലേ? അതേസമയം പിറ്റെന്ന് SKSSFന്റെ പ്രവർത്തകർ ചെന്നു. അവര് ചെന്നപ്പോൾ അവര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ SYSന്റെ പ്രവർത്തകർ വന്നപ്പോ കൊടുത്തല്ലോ, നമ്മളും ആ ദുരിത മേഖലയിൽ സഹായം എത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു, തരണം. അവര് എത്ര തോതിലാണോ ഇന്നലെ കൊടുത്തത് അതേ തോതിൽ ഇന്നും നിങ്ങൾക്ക് സഹായം തരും. പിറ്റേ ദിവസം വന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ, പിന്നെ വന്നു മുജാഹിദിന്റെ പ്രവർത്തകർ, പിന്നെ വന്നു മറ്റു പാർട്ടിയുടെ പ്രവർത്തകർ. ഇങ്ങനെ സംഘടനകൾ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ആളുകൾ സഹായിച്ചു. ദുരിതാശ്വാസ മേഖലകളിൽ ദുരന്തത്തിന്റെ ഇരകളായിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ധാരാളം സാധനങ്ങൾ കിട്ടി. സംഘടനകൾ കൊണ്ട് നേട്ടമുണ്ടോ ഇല്ലേ? ചിന്തിച്ചു നോക്ക്, നേട്ടമുണ്ട്. ഇങ്ങനെയുള്ള മാനുഷിക വിഷയങ്ങളിൽ ഏതെങ്കിലും നിലയിൽ ഉപകാരപ്രദമാകുന്നതിനപ്പുറത്ത് പള്ളികൾ അടച്ചിടപ്പെടുകയും നമസ്കാരത്തിന് പോലും തുറന്നു കൊടുക്കാതിരിക്കുകയും മാത്രമല്ല, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെയും റമളാൻ മാസത്തിന്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ട് ഈ സമുദായത്തിൽ അനൈക്യമുണ്ടാക്കുന്നവർ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ശൂറായിലെ 13-ാമത്തെ സൂക്തത്തിന്റെ വിരുദ്ധരാണ്. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ദീൻ മുറുകെ പിടിച്ചോ, നിങ്ങൾ അതിൽ ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. വിശുദ്ധ ഖുർആൻ സ്പഷ്ടമായിട്ട് പറഞ്ഞ കാര്യമല്ലേ? അതുകൊണ്ട് സംഘടനകളാകാം, സംഘടനകൾ വേണമെന്നാണ്. എത്ര സംഘടനകൾ ഉണ്ടാവോ അത്രയും സംഘടനകൾ ഉണ്ടാകണം. ഈ സംഘടനകളിൽ ഒന്നിലില്ലാത്ത കുറെ ആളുകൾ ഉണ്ടായി അല്ലേ? ഒരു സംഘടനയില്ലാത്ത നിഷ്പക്ഷരായ കുറെ ആളുകളുണ്ട്, അവർക്കും ഒരു സംഘടനയുണ്ട്. ഇപ്പോ സംഘടനകളിൽ ഇല്ലാത്ത ആളുകളുടെ കൂട്ടം അതും ഒരു സംഘടനയായി മാറുന്നു. ആയിക്കോട്ടെ, പക്ഷേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാകണം. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ ഒരുമിച്ച് നിന്നാലേ കാര്യങ്ങൾ നടക്കൂ. സഹോദരിമാരുടെ പ്രത്യേകമായി അവർക്ക് മാത്രം കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ തലയിലെ പേൻ നോക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. പുരുഷന്മാരാരും അങ്ങനെ പേൻ കോതാറില്ല. പുരുഷന്മാരാരെങ്കിലും ഈ തലയിലോ ദാടിയിലോ ഒക്കെ പേൻ ചീർപ്പ് കൊണ്ട് ഇങ്ങനെ പേൻ നോക്കുന്ന സംവിധാനം ഉണ്ടാ? നിങ്ങൾ പോതോ? പുരുഷന്മാര് പൊതുവെ കുറവാ. സ്ത്രീകളുടെ ഒരു പ്രത്യേകതയിൽ പെട്ടതാണ് അല്ലേ? അവർക്കാണ് വീട്ടിൽ എന്താണ് പേൻ ചീർപ്പ് വാങ്ങുക. തലയിൽ നിന്ന് പേൻ എടുക്കാൻ കഴിയോ? നിസ്സാരമായ തലയിൽ, നിങ്ങളുടെ തലയിൽ ഓടുന്ന ഒരു പേൻ, അതിനെ ഒരു വിരൽ കൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഒറ്റയ്ക്ക് നിന്നാൽ ഒരു കാര്യവും നടക്കൂല എന്നാണ്. നിസ്സാരമായ തലയിൽ പേൻ കോതുന്ന വിഷയത്തിൽ പോലും മുറ്റമടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ഒരു ഈർക്കിലെടുത്തിട്ട് നിങ്ങൾ മുറ്റമടിക്കാൻ നോക്കിയാൽ ഒരിക്കലും മുറ്റമടിക്കാൻ കഴിയില്ല. പല ഈർക്കിലുകൾ ചേർത്ത് വെക്കുമ്പോഴാണ് ചൂലാവുക. മനോഹരമായി നമ്മളൊക്കെ ആഘോഷങ്ങൾക്ക് വേണ്ടി കുട്ടികളോടൊത്ത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാറുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, കാട്ടിലോട്ടൊക്കെ പോകാൻ വലിയ ഇഷ്ടമാണ് ആളുകൾക്ക്. അങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോൾ ഒരു മരം മാത്രം നിന്നാൽ അതിനെന്തെങ്കിലും സൗന്ദര്യമുണ്ടോ? ഇല്ല. കുറെ മരങ്ങൾ കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് കാടാകുന്നത്, അപ്പോഴാണ് അതിന് സൗന്ദര്യം ഉണ്ടാവുന്നത്. ഒരുമിച്ച് നിൽക്കണം, അല്ലാതെ ഭിന്നിച്ച് നിൽക്കാൻ പാടില്ല.
അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും പരസ്പരം പോരടിച്ച് നിങ്ങൾ തമ്മിൽ ഭിന്നിച്ചുകൊണ്ട് ഒരിക്കലും ദീനിൽ നിന്ന് പുറത്തേക്ക് പോകരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒന്ന്, സമയം അതിക്രമിക്കുകയാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്, വിശുദ്ധ ഖുർആൻ രണ്ടാമതായി പരിചയപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ ഖുർആൻ 4 സ്ഥലങ്ങളിലാണ് അഖീമു നിങ്ങൾ നിലനിർത്തണമെന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആന് പരിചയപ്പെടുത്തിയത് ദീനിനെ നിങ്ങൾ നിലനിർത്തണമെന്നാണ്. ഇനി രണ്ടാമതായിട്ട് അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? അഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണമെന്നാണ്. രണ്ടാമതായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് നമസ്കാരം നിലനിർത്തുന്ന വിഷയത്തെ പറ്റിയാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്? ആരാണ് നമസ്കാരത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത്? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ. എന്റെ സഹോദരങ്ങളെ, നമസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ രണ്ടാമതായി സമൂഹത്തോട് നിങ്ങൾ കൈവിട്ട് കളയരുത്, നിങ്ങൾ ചേർത്ത് നിർത്തണം, നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പരിചയപ്പെടുത്തുമ്പോ ആരാണ് നമസ്കാരത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നത്? ആരാണ് നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്? ജുമഅയ്ക്ക് പോലും മുസ്ലിം സ്ട്രീറ്റുകളിൽ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ജുമഅയ്ക്ക് പോലും കയറാതിരിക്കുന്ന ചെറുപ്പക്കാര് നമ്മൾ കോവിഡിന് ശേഷം കണ്ടിട്ടുണ്ട്. അവർക്ക് നമസ്കാരത്തിനോട് പ്രതിബദ്ധതയില്ല, അവര് നമസ്കാരത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല, അവര് നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരു ചെറിയ തലവേദന വന്നാ പിന്നെ നിസ്കാരമില്ല, ഒരു പനി വന്നാല് പിന്നെ നമസ്കാരമില്ല, ഒരു ജലദോഷം വന്നാല് പിന്നെ സുജൂദ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നിസ്കാരം ഉപേക്ഷിക്കുകയാ. ചോദിക്കട്ടെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അറിയുമല്ലോ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇമാമത്ത് നിന്ന മെഹ്റാബ്, അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നേതൃത്വം നൽകിയ മുസല്ല, ആ മുസല്ലയിൽ, ആ മെഹ്റാബിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നൽകാൻ ഒരു സുബഹിന് കടന്നു വരുമ്പോ നബവി പട്ടണത്തിന്റെ സുന്ദരമായ മസ്ജിദുൻ നബവി എന്ന റസൂലുള്ളാഹിന്റെ പള്ളിക്കകത്ത് മഹാനായ ഖത്താബിന്റെ മകൻ ഉമർ തങ്ങൾ കടന്നു വരികയാ. സഹോദരങ്ങളെ, ഇമാമത്ത് നിൽക്കാനാണ്. അങ്ങനെ സൊഫിലേക്ക് കയറി നിൽക്കുന്ന അവിടുത്തെ മാമൂമീങ്ങളുടെ ഇടയിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസല്ലയിലേക്ക് പ്രവേശിക്കുകയാ. ഇന്നത്തെ പോലെ ഹാലജണ്ട ലൈറ്റോ സംവിധാനങ്ങളോ ഇല്ലാത്ത മസ്ജിദുൻ നബവിയാണല്ലോ. ആ കർട്ടൻ ഇട്ടിരിക്കുന്നതിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു ആരെന്നറിയോ? അബൂ ലുഅ്ലുഅ എന്ന് പറയുന്നയാള് ഈ കർട്ടന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കയ്യിലോ മൂർച്ചയുള്ള, ഇരുതല മൂർച്ചയുള്ള കത്തിയായിരുന്നു. ഇരുളിന്റെ ശക്തികൾക്ക് ഒളിച്ചു നിന്നല്ലാതെ ഒരാളെ നേരിടാൻ കഴിയില്ല. തന്റെ ഇടത്തോടെ മുന്നിലേക്ക് വന്ന് ഞാൻ നിന്നെ പ്രതിരോധിക്കുന്നു എന്ന് പറയാ ഇരുളിന്റെ ജാരസന്തതികൾക്ക് എപ്പോഴും ഭയമാണല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കർട്ടന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന ശത്രുവിന്റെ കയ്യിൽ ഇരുതല മൂർച്ചയുള്ള കത്തിയാണ്. മഹാനായ ഉമർ തങ്ങൾ പരിശുദ്ധമായ മുസല്ലയിൽ നിന്നുകൊണ്ട് ഇമാമത്ത് നിൽക്കുന്നതിന് മുമ്പ് മൗമൂമിങ്ങളുടെ സഫ് ശരിയാക്കുകയാണ്. ആ സമയത്ത് അതാ കരുതി കൂട്ടി വന്ന ശത്രു ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കത്തി കുത്തിക്കയറ്റുകയാ. ചോരയിൽ കുളിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ വീഴുകയാ. സഹോദരങ്ങളെ, മുസല്ലയിൽ കിടന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ബോധം പോവുകയാണ്. പിന്നീട് ബോധം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ആരാണ് എന്നെ കുത്തിയത്? ഞാൻ അവനോട് പ്രതികാരം കാട്ടട്ടെ എന്നല്ല ഉമർ തങ്ങൾ പറഞ്ഞത്. ആരാ എന്നെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയത് എന്നല്ല ചോദിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമായി ചോദിച്ചത് എന്തെന്നറിയോ? നമസ്കാരത്തിന് നേതൃത്വം നൽകാനല്ലേ ഞാൻ വന്നത്? അപ്പോഴല്ലേ ഞാൻ കുത്തേറ്റ് വീണത്? ആ നമസ്കാരം നിങ്ങൾ എങ്ങനെയാ പൂർത്തിയാക്കിയത്? നമസ്കാരം നിങ്ങൾ എങ്ങനെയാണ് പൂർത്തിയാക്കിയത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ,
സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്. ഒരു ആപത്ത് വന്നാൽ പിന്നെ നിസ്കാരമില്ല. ചോദിക്കട്ടെ, ചിന്തിക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്നെ കേൾക്കുന്ന പെങ്ങന്മാരോട് ചോദിക്കുകയാ. 18, 19, 20, 21 വയസ്സായി. അവസാനം എന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും എനിക്ക് വേണ്ടി ഒരു മാരനെ തേടി ഇറങ്ങിയിട്ടുണ്ട്. ജീവിതത്തിന്റെ മംഗല്യഭാഗ്യത്തിനു വേണ്ടിയിട്ട് എന്റെ ഭർത്താവായി കടന്നു വരുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടെത്താൻ വേണ്ടി വാപ്പപ്പെടാ പാടുപെടുകയാ. എനിക്ക് കല്യാണം ശരിയാകുന്നില്ല. കണിയാപുരത്തന്നെ കേൾക്കുന്ന ഓരോ പെങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറട്ടെ ഈ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു മാരനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ആ പെണ്ണിന്റെ മനസ്സും ശരീരവും പാകപ്പെടുമ്പോൾ, ഒരു മാരനെ കിട്ടാതെ വിഷമിക്കുന്ന കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മകള് വിഷമിച്ചുകൊണ്ട് ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചു, ഒരുപാട് നമസ്കരിച്ചു. അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. സുന്നത്ത് നോമ്പ് പിടിച്ചു, നേർച്ചകൾ നേർന്നു, പള്ളിയിലെ സംഭാവന കൊടുത്തു, അറബി കോളേജിന് ഹദിയ കൊടുത്തു, എല്ലാവർക്കും ആഹാരം വാങ്ങിക്കൊടുത്തു. ഒരേ ഒരു ആഗ്രഹമാണ്, ആ പെണ്ണിന് കല്യാണം ശരിയാകണം. അവസാനം എവിടെ നിന്നോ അള്ളാഹ് നിശ്ചയിച്ച ഒരു മാരനരാ കടന്നു വന്നു. കല്യാണ ഡേറ്റ് എത്തി. എല്ലാവരെയും കല്യാണം വിളിച്ചു. ഇന്നലെ വരെയും സുന്നത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അള്ളാഹു തനിക്കൊരു മാരനെ തരട്ടെ എന്ന് ദുആ ചെയ്ത പുതിയ പെണ്ണ് കതിർ മണ്ഡപത്തില്, കല്യാണ മണ്ഡപത്തില് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന പുതുപെണ്ണിനോട് ഞാൻ ചോദിക്കുകയാ, കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന ഏത് പെണ്ണാ ഉള്ളത്? ഏത് പെണ്ണാ ഉള്ളത്? കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന പുതിയ പെണ്ണുണ്ടെങ്കിൽ ആ പുതിയ ആപ്പിള സന്തോഷിച്ചോ? ഇവൾ അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് മതബോധമുള്ള പെണ്ണാണ്. ഒരു പെണ്ണും അതിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ഉണ്ടായേക്കാം. അൽഹംദുലില്ലാ, ആ കുടുംബം രക്ഷപ്പെട്ടു. കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന പെണ്ണ് ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ചെക്കൻ നിസ്കരിക്കുന്നത് അവിടെ നിൽക്കട്ടെ, പെണ്ണിന്റെ വാപ്പ നിസ്കരിക്കുന്നത് അവിടെ നിൽക്കട്ടെ. ഇന്നലെ വരെയും സുന്നത്ത് നിസ്കരിച്ച് രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ച് തസ്ബീഹുകൾ ഒത്തിരി ചൊല്ലി നേർച്ചകൾ ഒരുപാട് നേർന്ന് അവസാനം ഒരു കല്യാണം ശരിയായി. ആ കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന ഏത് പെണ്ണാ ഉള്ളത്? 1/2 കിലോയും 3/4 കിലോയും പുട്ടി മുഖത്തിട്ട് കൊണ്ട് അണിഞ്ഞൊരുങ്ങി കല്യാണ മണ്ഡപത്തിൽ പോയിരിക്കുന്ന പെണ്ണ് പിന്നെ ഒളു ചെയ്യാൻ മെനക്കെടുവോ? ചിന്തിച്ചു നോക്ക്. ജീവിതത്തില് അള്ളാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യത്തിന്റെ ദിവസം, നീ നിന്റെ സ്ത്രീത്വത്തെ തെളിയിക്കപ്പെടാൻ പോകുന്ന നിമിഷം, ആ ദിവസം ളുഹർ നിസ്കാരം ഉപേക്ഷിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഭക്ഷണവും കഴിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്ന വാഹനത്തിൽ കയറിയിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന പെണ്ണ് ചിലപ്പോൾ കുറച്ച് ദൂരമാകും, ചിലപ്പോൾ കുറച്ച് അടുത്താകും, ഏതോ ആയിക്കോട്ടെ, ആ വീട്ടിലേക്ക് കല്യാണത്തിന്റെ അന്ന് എത്തിച്ചേരുമ്പോൾ, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ആ പുതിയാപ്പിളയുടെ വീട്ടിലെത്തിയപ്പോൾ സമയം 4-5 മണിയായി. അതിനുശേഷം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കുറെ ആളുകൾ വന്നു പുതിയ പെണ്ണിനെ കാണാൻ. ആ പെണ്ണിനെ കണ്ടു, അവളുടെ താലിയിൽ പിടിച്ചു നോക്കുന്നു, അവളുടെ സ്വർണത്തിൽ തൊട്ട് നോക്കുന്നു, അവളുടെ തുണിയിൽ പിടിച്ചു നോക്കുന്നു, അങ്ങനെയൊക്കെ പരിചയം പുതുക്കി. അവസാനം പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അവളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആദ്യ രാത്രിയിൽ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുടുംബക്കാരൊക്കെ സമ്മാനവുമായിട്ടൊക്കെ വരുന്ന സമയമായി. ആ തിരക്കിനിടയിൽ എല്ലാ ആളുകളും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ ആ പെണ്ണ് അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ചിന്തിക്ക്. പുതിയാപ്പിളയോടൊപ്പം വണ്ടി കയറിയിട്ട് തിരിച്ച് സ്വന്തം വസതിയിലേക്ക് വരുന്ന, മണിയറയിലേക്ക് മധുവിധുവാഘോഷത്തിന്റെ പരിശുദ്ധമായ നറുമണം വീശുന്ന ആദ്യ രാത്രിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആ ദമ്പതിമാരുടെ പ്രിയപ്പെട്ട ഭാര്യ, ആ നവവധു വീട്ടിലേക്ക് വന്ന് ഒന്ന് ഉഷാറായി, ഒന്ന് ഫ്രഷായി വരുമ്പോഴേക്കും ഇഷാഇന്റെ ബാങ്ക് കേൾക്കും. മഗ്രിബ് ആ പെണ്ണ് നിസ്കരിച്ചോ? ചിന്തിച്ചു നോക്ക്. ഇഷ ചിലപ്പോ നിസ്കരിക്കുമായിരിക്കും. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഇന്നലകളിൽ ദുആ ചെയ്ത് അവസാനം ഒരു കല്യാണം കിട്ടി. ആ കല്യാണത്തിന്റെ അന്ന് പോലും നമസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണ്, അത് കഴിഞ്ഞിട്ട് 9 മാസം 10 ദിവസം പിന്നിടുമ്പോൾ
ആ പെണ്ണ് ഒരു പക്ഷേ ഒരു ഉമ്മയാകുന്നു. ആ ഉമ്മയാകാൻ വേണ്ടിയിട്ട് കല്യാണത്തിന്റെ ആ ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് താൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബെഡ് റെസ്റ്റിന്റെ പേരിൽ അവൾ നിസ്കാരം ഉപേക്ഷിക്കുന്നു. പിന്നെ ഡെലിവറിയുടെ പേരിൽ നിസ്കാരം അല്ലെങ്കിൽ തന്നെ ഇല്ലാത്തൊരവസ്ഥ. അത് കഴിഞ്ഞ് കുഞ്ഞിന്റെ പേരിൽ കുറെ മാസങ്ങളോളം നിസ്കാരം ഉപേക്ഷിക്കുന്നു. ആലോചിച്ചു നോക്കിയേ, ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ. ഞാൻ എവിടെയോ വായിച്ചതോർക്കുന്നു, പള്ളിയിൽ, ഏതോ ഒരു പള്ളിയിൽ അസമയത്ത് ഒരു മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു. കണിയാപുരത്തും ഈ പ്രദേശങ്ങളിലൊക്കെ സമയത്തല്ലാതെ ഒരു ബാങ്ക് കേട്ടാൽ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ എന്ത് ചെയ്യും? പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പല പള്ളികളിൽ നിന്നും അസമയത്ത് ബാങ്ക് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ബാങ്ക് കേൾക്കുന്നത് എന്തോ ഒരു ദുരൂഹതയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ നേരെ പള്ളിയിലേക്ക് അങ്ങ് പോകും. അതല്ലേ ചെയ്യുന്നത്? എന്തോ ഒരു അപകടം മണക്കുന്നു. പള്ളിയിൽ നിന്ന് അസമയത്ത് ബാങ്ക് കേട്ടു. പള്ളിമുറ്റത്ത് ജനനിബിഡമായി. ആളുകളൊക്കെ പള്ളിയിലേക്ക് ഓടി വന്നു. നാട്ടുകാര് മുഅദ്ദിൻ നോക്കുമ്പോ ഇത്രയും ആളുകൾ ഈ മഹല്ലിൽ ഉണ്ടോ എന്ന് അപ്പോഴാണ് അയാൾ കാണുന്നത്. പെരുന്നാളിന് പോലും ഇത്രയും ആൾക്കൂട്ടം കണ്ടിട്ടില്ല. കാരണം ഇവിടെ ഇപ്പൊ പെൺകുട്ടികൾ പെണ്ണുങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് കാണാൻ വേണ്ടിയിട്ട് ഓടി വരിക കൗതുകത്തോടു കൂടി. മുഅദ്ദിൻ പള്ളിയുടെ അകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്ന്, ഞാൻ എന്റെ ബാങ്ക് നിങ്ങൾ കേൾക്കുമോ എന്ന് ഞാൻ ഒന്ന് പരിശോധിച്ചതാ. സാധാരണ ഞാൻ ലോഹറിന് ബാങ്ക് കൊടുത്താൽ ഇവിടെ ആരും വരാറില്ല, അസറിന് കൊടുത്താലും വരാറില്ല, മഗ്രിബിന് കൊടുത്താലും വരാറില്ല, ഒരു വഖത്തിന് ബാങ്ക് കൊടുത്താലും വരാ, സമയത്തുള്ള ഒരു ബാങ്കിന് ആള് വന്നിട്ടില്ല. അപ്പൊ അസമയത്ത് വിളിക്കാമെന്ന് കരുതി. അപ്പൊ നിങ്ങൾ എല്ലാവരും എത്തി. സമയത്ത് വിളിച്ചാൽ എത്താത്തവര് അസമയത്ത് വിളിച്ചാൽ എത്തിച്ചേരുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ ഈ കാലഘട്ടം. ശരിയല്ലേ? ചിന്തിച്ചു നോക്കിയേ. ഈ പള്ളികളില് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ പോലും നമസ്കരിക്കാൻ കയറാത്ത, അല്ലെങ്കിൽ പള്ളിയിലേക്ക് നമ്മളൊന്ന് പോയി ആ പള്ളി നമസ്കാരം കൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയെ ഹയാത്താക്കാൻ കഴിയാത്തവർ, ആ ഒരു നിലയിലേക്ക് നമ്മൾ മാറി എന്ന് പറയുന്നത്, നമസ്കാരം എന്ന് പറയുന്ന നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് അല്ല പറഞ്ഞതിനെ നമ്മൾ ഒഴിവാക്കിയതിന്റെ ഏറ്റവും പ്രകടമായ തെളിവല്ലേ? നിസാര കാരണം മതി. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മദീനക്കാരനായ ഖുബൈബ് ബിൻ അദിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, ഇന്നും നിങ്ങൾക്ക് ഉംറയ്ക്ക് പോകുന്നവർക്കറിയാം, ഹജ്ജിന് പോകുന്നവർക്കറിയാം, പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് ഉംറ ചെയ്യണമെന്ന് ആഗ്രഹം വന്നാൽ തൊട്ടടുത്ത് ഏറ്റവും അടുത്തുള്ള മീഖാത്തിൽ പോയി ഇഹ്റാം കെട്ടി വരണമെന്നുള്ളതല്ലേ? ആ മക്കയിൽ ഏറ്റവും അടുത്ത് മീഖാത്തായി അറിയപ്പെടുന്നത് തൻഈം എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെയാണ് മസ്ജിദ് ആയിഷ നിലനിൽക്കുന്നത്. ആയിഷ ബീവിയുടെ പേരിലൊരു പള്ളിയുണ്ട്. ഐഷാ പള്ളി എന്നൊക്കെ പെണ്ണുങ്ങൾ സാധാരണ പറയാറുള്ള പള്ളി. ആ പള്ളി നിൽക്കുന്നത് തൻഈം എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ വെച്ചല്ലേ മദീനക്കാരനായ അൻസാരിയായ ഖുബൈബ് ബിൻ അദിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റിയത്. ആ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മക്കക്കാര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഖുബൈബേ നിനക്ക് എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹമുണ്ടോ? ആ സമയത്ത് ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട്. അത് മറ്റൊന്നുമല്ല, മദീനയിൽ പോയ എന്റെ കുടുംബത്തെ കാണണമെന്നല്ല, എന്റെ കച്ചവടത്തിന്റെ കണക്കെടുക്കണമെന്നല്ല, എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട്. അത് മറ്റൊന്നുമല്ല, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തില് ഒരു രോഗം വന്നപ്പോഴല്ല, തലവേദന വന്നപ്പോഴല്ല, ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയം എപ്പോഴാണ്? താൻ അടുത്ത നിമിഷം കൊല്ലപ്പെടുമെന്നുള്ള ഘട്ടം വരുമ്പോ എന്താണ് അഭിലാഷമെന്ന് ചോദിക്കുമ്പോ, നമ്മളാണെങ്കിൽ ദുർബലരായ നമ്മളാണെങ്കിൽ അവരെ കാൽക്കൽ വീഴൂലേ, എന്നെ വെറുതെ വിടണേ, അതാണ് എന്റെ ആഗ്രഹം. അല്ലെങ്കിൽ കൊല്ലാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? എന്റെ പൊന്നുമക്കളെ ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ, എന്റെ ഭാര്യയെ ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ, എന്റെ പ്രിയപ്പെട്ടവളെ ഞാൻ ഒന്നുകൂടി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ കുടുംബത്തെ, എന്റെ കുടുംബമേ, എന്റെ മക്കളെ എന്ന ചിന്തയിൽ ഞാനും നിങ്ങളും മാറുമെങ്കിൽ, ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്നാണ്. ചരിത്രം വിശാലമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഖുബൈബ് തങ്ങൾക്ക് പെർമിഷൻ കൊടുത്തു നമസ്കരിച്ചോ. അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ കൈകെട്ടുകയാണ്.
ആ സമയത്ത് സുബ്ഹാനല്ലാഹ് പെട്ടെന്ന് ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു സലാം വീട്ടുകയാ. നമസ്കാരത്തിൽ അനക്കമടങ്ങുക എന്ന ഫർള് എടുത്തു എന്ന് വരുത്തി തീർത്തിട്ട് പെട്ടെന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു സലാം വീട്ടുമ്പോ സഹോദരങ്ങളെ, ഖുബൈബ് തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് തൂക്കിലേറ്റാൻ വേണ്ടി ശത്രുക്കൾ നിരനിരയായി നിൽക്കുകയാ. പക്ഷേ സലാം വീട്ടിയിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? മക്കക്കാരെ നോക്കിയിട്ട്, അവിടുത്തെ സവർണരെ നോക്കിയിട്ട്, അവിടുത്തെ ഫാസിസ്റ്റുകളെ നോക്കിയിട്ട് മദീനക്കാരനായ ഖുബൈബ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് വലിയ സൂറത്തോതിയിട്ട് നിസ്കരിക്കണമെന്ന ആഗ്രഹമുണ്ട്. സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും ഒക്കെ ഓതിയിട്ട് ദീർഘനേരം നിസ്കരിക്കണമെന്ന കൊതിയുണ്ട്. കാരണം ഇനി നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, എനിക്കിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, ഇതെന്റെ അവസാനത്തെ നിസ്കാരമല്ലേ. പക്ഷെ ഞാൻ എന്തുകൊണ്ടാ പെട്ടെന്ന് സലാം വീട്ടിയതെന്നറിയോ? ചെറിയ സൂറത്തോതിയിട്ട് ഞാൻ സലാം വീട്ടാനുള്ള കാരണം എന്തെന്നറിയോ? നിങ്ങൾ കരുതും ഞാൻ നിസ്കാരം നീട്ടിക്കൊണ്ടുപോകുന്നത് പേടിച്ചിട്ടാണെന്ന്. ഇല്ലടാ, എനിക്ക് പേടിയില്ല, എനിക്ക് ഭയമില്ല, നിങ്ങൾ തൂക്കിക്കൊന്നോ എന്ന് പറഞ്ഞിട്ട് കഴുമരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമസ്കരിച്ച് ആണത്വത്തോടെ ശത്രുക്കളുടെ മുമ്പിലും നെഞ്ചുവിരിച്ച് തന്റെ ചങ്കൂറ്റം വെളിവാക്കിയ ധീരനായ സഹാബിയല്ലേ ഖുബൈബ് ബിൻ അദിൽ അൻസാരി റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെല്ലാ പ്രതിസന്ധികളിലെ നിസ്കാരം ഉപേക്ഷിച്ചവരല്ല. ആദർശപരമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ജമാൽ അബ്ദുൽ നാസറിന്റെ പട്ടാളത്തിന്റെ ക്രൂരമായ തേർവാഴ്ചക്കെതിരെ പോരാടിയ സൈനബുൽ ഗസാലി എന്ന് പറയുന്ന വനിതയെ അറിയോ? നൂറുൽ ഹുദാ ഖുർആൻ അക്കാദമിയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എന്നെ കേൾക്കുന്ന കണിയാപുരത്തുകാരികളായ സഹോദരിമാരെ, നിങ്ങളെ പോലെ ചോരയും നീരുമുള്ള വിചാരമുള്ള, നിങ്ങളെ പോലെ ദൗർബല്യമുള്ള ഒരു പെണ്ണായിരുന്നു നല്ല സൈനബുൽ ഗസാലി. എന്റെ ജയിൽ അനുഭവങ്ങൾ എന്ന് പറയുന്ന സൈനബുൽ ഗസാലിയുടെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നത് ജമാൽ അബ്ദുൽ നാസറിന്റെ ക്രൂരമായ പട്ടാളത്തിന്റെ തേർവാഴ്ചക്കെതിരെ പോരാടിയപ്പോ അള്ളാഹുവിന്റെ പരീക്ഷണം വന്നത് സൈനബുൽ ഗസാലിയെ ജയിലിലടയ്ക്കുകയാണ്. സൈനബുൽ ഗസാലിയെ ജയിലിലടയ്ക്കുക മാത്രമല്ല, ഒരു സെല്ലിനകത്ത് കൊണ്ട് അടയ്ക്കുകയാണത്രേ. എന്നിട്ട് ആഴ്ചകളോളം പട്ടിണിക്കിട്ട ഒരു നായ, പരിശീലിപ്പിക്കപ്പെട്ട നായ, ആഴ്ചകളോളം അതിന് ഭക്ഷണം കൊടുക്കാതെ പരിശീലിപ്പിക്കപ്പെട്ട നായയെ പട്ടിണിക്കിട്ടിട്ട് അവസാനം സൈനബുൽ ഗസാലി കിടക്കുന്ന സെല്ലിലേക്ക് തുറന്നു വിടുകയാണ്. സുബ്ഹാനല്ലാഹ്, സൈനബുൽ ഗസാലിയെ കടിച്ചു കീറുകയാ. ഇന്നും നമ്മൾ കണ്ടില്ലേ സഹോദരങ്ങളെ, നമ്മൾ കാണുന്നില്ലേ ഫലസ്തീനിലെ പാവപ്പെട്ട ഒരു ഉമ്മയുടെ അടുക്കലേക്ക് ഇസ്രയേൽ എന്ന കിരാതന്മാരുടെ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരന്മാരായ ഇസ്രയേൽ ഭീകരന്മാരുടെ പേ പിടിച്ച പട്ടിയെ പാവപ്പെട്ട ഫലസ്തീനിയെ ഉമ്മയുടെ അടുക്കലേക്ക് പറന്നുവിട്ട് മാന്തിപ്പറിച്ചത് ഗോണ്ടനാമയിലും അങ്ങനെ തന്നെ, അബൂ ഖുറൈബിലും അങ്ങനെ തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, ജമാൽ അബ്ദുൽ നാസറിന്റെ പട്ടാളക്കാര് ഈ പട്ടിയെ അഴിച്ചുവിട്ടു സെല്ലിലേക്ക് അഴിച്ചുവിടുമ്പോ സൈനബുൽ ഗസാലിയെ കടിച്ചു കീറിയിട്ട് സൈനബുൽ ഗസാലിയുടെ ശരീരത്തിൽ നിന്ന് ചോര ചാലിട്ടൊഴുകുകയാ. അവരെ മോഹാലസ്യപ്പെട്ടു, അവര് ബോധം കെട്ട് വീണു പോകുന്നു. ആ സമയത്ത് ബോധം എപ്പോഴോ തിരിച്ചെത്തുമ്പോ സൈനബുൽ ഗസാലി ചെയ്തതെന്തെന്നറിയോ? അവര് അനുഭവത്തിൽ പറയുന്നു, രണ്ട് കൈ ഒന്നുവെടുക്കാൻ വെള്ളമില്ലാത്തതിന്റെ പേരില് രണ്ട് കൈയും ചുമരിലേക്ക് അടിച്ചിട്ട് തയമ്മം ചെയ്തിട്ട് നിസ്കരിക്കുകയാ. എന്റെ പെങ്ങളെ, പ്രതിസന്ധി ഘട്ടങ്ങളില്, വിഷമഘട്ടങ്ങളിൽ അല്ലാഹു നമുക്ക് തന്ന നിസ്കാരത്തെയാ നമ്മൾ നിലനിർത്തേണ്ടത്. റസൂലുള്ളാഹിന് എന്ത് വിഷമം വന്നാലും പെട്ടെന്ന് ഒതുവെടുത്ത് നിസ്കരിക്കുമെന്ന് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോഴാണ് നിസ്കരിക്കേണ്ടത്. നമ്മളോ പ്രതിസന്ധികൾ വന്നാൽ, കോവിഡ് വന്നാൽ പള്ളി അടച്ചു, എന്ത് തുറന്നാലും പള്ളി തുറക്കൂല. എല്ലാം തുറന്നിട്ടും പള്ളി അടഞ്ഞ് തന്നെയാ കിടക്കുന്നത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ.